എന്താണ് ഞാൻ ചെയ്തു വെച്ചത് എന്ന് ചിന്തിക്കുന്ന ദിവസം. ഹബീബായ തങ്ങളോട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു, അഖ്ബിർനി അന്ന അവ്വലു മലക്കിൻ യദ്ഖുലുൽ ഖബറ, ആദ്യമായിട്ട് ഖബറിലേക്ക് കടന്നു വരുന്ന മലക്കാരാണ്, തങ്ങൾ പറഞ്ഞു തരുമോ? അൻത അവ്വലു മൻ സഅലനി, ഇബ്നു മസ്ഊദ് നിങ്ങളാണ് ആദ്യമായിട്ട് ആ ചോദ്യം ചോദിക്കുന്നത്. ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയാമെന്ന് കരുതി വെച്ചതായിരുന്നു, നിങ്ങൾ തന്നെയാണ് ചോദിച്ചത്. പറയാം ഇബ്നു മസ്ഊദേ, ആളുകളെല്ലാം പിരിഞ്ഞു പോന്നാൽ ആ ഖബറിലേക്ക് ആദ്യമായി അതിന്റെ മുൻവശത്തെ ഭിത്തി തേറ്റ കൊണ്ട് കുത്തിത്തൊരന്ന് ഖബറിലേക്ക് വരുന്നൊരു മലക്കുണ്ട്. ആ മലക്കിന്റെ പേര് റൗമാൻ എന്നാണ്. റൗമാൻ എന്ന മലക്ക് ഖബറിൽ വന്നിട്ട് ആദ്യം ചെയ്യുന്നത് ഈ ഖബറിന്റെ പുറത്തുള്ള ആത്മാവിനെയും ഈ ഡെഡ് ബോഡിയെയും തമ്മിൽ ഒന്ന് ബന്ധിപ്പിക്കുകയാണ്, കണക്ഷൻ കൊടുക്കുകയാണ്. കണക്ഷൻ കൊടുക്കുമ്പോൾ ഫയഹിയാ, അതുവരേക്കും നിർജീവിയായി കിടന്നിരുന്ന ഈ മയ്യത്ത് ഖബറിൽ വെച്ചുകൊണ്ട് ഹയാത്താകുന്നു. നെഞ്ഞിന്റെ മേൽപോട്ട് ഹയാത്താകുന്നു. കാലുകൾക്ക് ചലനമില്ല, നെഞ്ഞിന്റെ താഴ്ഭാഗത്തേക്ക് ഒരു ചലനവും ഇല്ല. രണ്ട് കൈകൾ ഇളകുന്നുണ്ട്, കണ്ണുകൾ മിഴിക്കുന്നുണ്ട്, ചുണ്ടുകൾ ചലിക്കുന്നുണ്ട്, ബോധം തിരിച്ചു കിട്ടുന്നുണ്ട്. ഒരുപക്ഷേ ഗാലറിയിൽ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചതാവാം. കഴിഞ്ഞ ദിവസം നിങ്ങൾ അറിഞ്ഞില്ല, ഒരു പാവപ്പെട്ട മുഅദ്ദിൻ പള്ളിയിൽ വെച്ച് ബാങ്ക് വിളിക്കുമ്പോൾ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി തീർന്നപാട് കുഴഞ്ഞു വീണ് മരിച്ചുപോയി. അങ്ങനെ മരിക്കുന്ന ഭാഗ്യവാന്മാരുമുണ്ട്. അതല്ലെങ്കിലോ റോഡിലെവിടെങ്കിലും ചതഞ്ഞടഞ്ഞ് മരിക്കുന്നവരുണ്ട്, വാഹനാപകടത്തിൽ മരിക്കുന്നവരുണ്ട്, ഐസിയുവിൽ അതാ ഡോക്ടേഴ്സും നഴ്സുമാരും അതാ പരിചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മരിക്കുന്നവരുണ്ട്. കുടുംബക്കാരെ സാന്നിധ്യത്തിൽ വെച്ച് ആത്മാവ് പിടിക്കപ്പെടുന്നവരുണ്ട്. കള്ളു കുടിച്ച് പൂസായി കഴിഞ്ഞു വീട് മരിക്കുന്നവരുണ്ട്. ആ മരിക്കുന്ന സമയം തന്റെ ബോധം നഷ്ടപ്പെട്ട് പിന്നീട് കണ്ണു തെളിയുമ്പോൾ ഈ ഖബറിലാണ്, ഇരുളടഞ്ഞ ഖബറാൻ, ഇടുങ്ങിയ ഖബറാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും താഴോട്ടും മേലോട്ടും അനങ്ങാൻ കഴിയാതെ ഒരു പെട്ടിയിൽ അകപ്പെട്ടതുപോലെ ശക്തമായ ചൂടനുഭവിക്കുന്ന ഖബറിലാണ്. താഴേക്ക് പോകുന്തോറും ചൂടാണല്ലോ. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം പോലും എല്ലാം അടച്ച് ഇരുളടഞ്ഞ ഖബറിൽ ഏകാന്തതയിൽ കിടക്കുന്ന മനുഷ്യൻ കാണുന്നതാരയാ? റൗമാൻ എന്ന മലക്കിനെയാണ്. ആ മലക്കതാ അതിന്റെ തിളങ്ങുന്ന കണ്ണുകളും ശരീരമാസകലം രോമങ്ങളും പേടിപ്പെടുത്തുന്ന ഭീകരമുഖവുമായി ആ മലക്ക് പല്ലിളിച്ചുകൊണ്ട് പറയുന്നു. ആ മലക്ക് പറയുന്നു, മോനെ, ഇത് നിന്റെ സുഖലോലുപതയുടെ ജീവിതത്തിന്റെ ഇടമല്ല, ഇത് നിന്റെ വിശാലമായ റൂമല്ല, ഇത് വിശാലമായ ദുനിയാവല്ല, ഇത് ഞെരുക്കത്തിന്റെ വീടാണ്, ഇത് ഇടുക്കത്തിന്റെ വീടാണ്, ഇത് കൂരിരുട്ടിന്റെ വീടാണ്. ഇവിടെ നിന്നെ സന്ദർശിക്കാൻ ഇടക്കിടക്ക് വരുന്നത് നിന്റെ കൂട്ടുകാരോ നിന്റെ ബന്ധുക്കളോ അല്ല. ഇവിടെ ഇടക്കിടക്ക് സന്ദർശിക്കാൻ വരുന്നത് എന്നെ പോലത്തെ മലക്കുകളാണ്. ഇവിടെ നിന്റെ കൂടെ കിടക്കാൻ വരുന്നത് നിന്റെ ഭാര്യയല്ല, 1.5 മുഴമുള്ള പുഴുക്കളാണ്. ആ പുഴുക്കൾ കണ്ണിൽ കേറി മൂക്കിൽ കൂടി പുറത്തു വന്ന് നിന്റെ കവിളുകൾ കടിച്ച് മുറിച്ച് അവർ തിന്നുന്ന തിരക്കില. 1000 രൂപകൾ ചെലവഴിച്ചുകൊണ്ട് നീ മൈക്കപ്പ് ചെയ്തിരിക്കുന്ന, പെയിന്റ് അടിച്ചിരിക്കുന്ന നിന്റെ മുഖം, ചുകപ്പിച്ചിരിക്കുന്ന നിന്റെ ചുണ്ട്, പിക്ക് ചെയ്ത നിന്റെ പുരികങ്ങള്, നീ മിനുക്കി ഭംഗിയാക്കിയ നിന്റെ മുഖങ്ങള്, ആ മുഖങ്ങൾ എന്റെയും നിന്റെയും മുഖം ഈ പുഴുക്കൾ കാർന്ന് തിന്നുന്ന തിരക്കില് നിന്റെ വയറ് വീർത്ത് പൊട്ടിയിട്ട്
ഈ കുടല് മുഴുവനും പുറത്തേക്ക് വന്നിട്ട് പേസ്റ്റ് പോലെ നിന്റെ ശരീരം ആ കബറിൽ ഒലിച്ചിറങ്ങുന്നൊരു സമയമുണ്ട്. അങ്ങനത്തെ സ്ഥലമാണ് ഈ കബറ് മോനെ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ മലക്ക് പറയുന്നു, ഉക്തുബു അമലക്ക, നീ ദുനിയാവിൽ വെച്ച് ജീവിതകാലത്ത് ചെയ്തതെല്ലാം ഒന്ന് എഴുതിക്കോളൂ. നിന്റെ സ്വന്തം കൈപ്പട കൊണ്ട്, നിന്റെ കൈയെഴുത്ത് കൊണ്ട് എഴുതുക. അതിനുവേണ്ടി കഫൻ തുണി മുറിച്ചു കൊടുത്ത്, തന്റെ വിരൽത്തുമ്പ് കൊടുത്ത്, വിരൽത്തുമ്പിൽ മഷി, തന്റെ ഉമിനീര് മഷിയാക്കിയിട്ട് എഴുതിയിട്ട് കഴുത്തിൽ കെട്ടി തൂക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഓതിക്കൊടുക്കുന്നു, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. അവനവൻ സ്വന്തം കൈകൊണ്ട് എഴുതിയതായതിനാൽ നിഷേധിക്കാൻ പറ്റാത്ത വിധം ഏടുകളായി കയ്യിൽ കൊടുക്കും ഖിയാമത്ത് നാളിൽ. ആ രൂപത്തിൽ ആ റഹ്മാനെന്ന മലക്ക് പറയും, ഇതാ ഫത്താനുൽ മലക്ക് ഖബർ വരുന്നു, മുൻകറുൻ നക്കീറും വരുന്നു, ഇതാ ഒരുങ്ങിക്കിടന്നോളൂ, കാത്തുകിടന്നോളൂ. ഭാരിച്ച ഇരുമ്പിന്റെ ദണ്ഡുമായി രണ്ട് മലക്കുകൾ വീണ്ടും നിന്റെ ഖബറിലേക്ക് അതാ കുത്തിത്തൊരന്ന് വരുന്നു എന്ന് പറയുമ്പോൾ യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാ, അപ്പോഴാണ് ചിന്തിക്കുന്നത്, ഈ ഒരു ദിവസത്തിന് വേണ്ടി ചെയ്തു വെച്ചതെന്തുണ്ട്, ഇന്നത്തെ ദിവസത്തിന് വേണ്ടി കരുതി വെച്ചതെന്തുണ്ട്, എന്തെല്ലാം കരുതി വെച്ചിട്ടുണ്ട്, എത്ര ഖുർആൻ ഓതിയിട്ടുണ്ട്, എത്ര ദാനം ചെയ്തിട്ടുണ്ട്, എത്ര ധർമ്മം കൊടുത്തിട്ടുണ്ട്, എത്ര അറിവ് പഠിച്ചിട്ടുണ്ട്, അള്ളാഹുവിനെ പറ്റി പഠിച്ചിട്ടുണ്ടോ, റസൂലിനെ പറ്റി പഠിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മനുഷ്യനും ചിന്തിക്കുന്ന ദിവസം. അപ്പോഴാണ് ഒരു സുന്ദരനായ മനുഷ്യൻ വന്നുകൊണ്ട് പറയും, പേടിക്കണ്ട, ആരും നിന്നെ ഒന്നും ചെയ്യില്ല, ഒരാളും നിന്നെ ഉപദ്രവിക്കില്ല, ഒരാളും നിന്നെ പേടിപ്പെടുത്തില്ല, ഒന്നും നിനക്ക് സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളാരാണെന്ന് ചോദിക്കുമ്പോൾ ആ സുന്ദരനായ മനുഷ്യൻ പറയും, അനാമലുക സ്വാലിഹ്, അനാമലുക സ്വാലിഹ്, അനാമലുക സ്വാലിഹ്. നീ ചെയ്ത സാലിഹായ കർമ്മമാണു ഞാൻ, നീ ചെയ്ത ധർമ്മമാണു ഞാൻ, നീ ഓതിയ ഖുർആനാണു ഞാൻ, നീ ചൊല്ലിയ ദിക്റാണു ഞാൻ, നീ ചെയ്ത സേവനങ്ങളാണു ഞാൻ, നീ ചെയ്ത സൽക്കർമ്മങ്ങളാണു ഞാൻ, നീ പഠിച്ച അറിവാണു ഞാൻ, നീ ഓതി തീർത്ത ഖത്മാത്തുകളാണു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുമ്പോൾ വയഖൂലുൽ കാഫിറു യാ ലൈതനി കുൻതു തുറാബാ, നിഷേധികളെന്ന് പറഞ്ഞു പോകും, ഞാൻ തുറാബെന്ന മനുഷ്യനായിരുന്നെങ്കിൽ. ആഖിറത്തിലെ തുറാബെന്ന മനുഷ്യൻ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്യാത്തവനാ, ഒരു ഖൈറും ചെയ്യാത്തവനാ, ഒരു തീരെ നന്മ ചെയ്യാത്ത തുറാബ്. ആ തുറാബ് നാളെ ആഖിറത്തിൽ വരുമ്പോൾ ഒരു ഉപകാരം ലഭിക്കുന്നുണ്ട്. അതെന്താണെന്നറിയുമോ? ഒരു ദർസ് നിർത്തിയിട്ട് മുത്തഅല്ലിമീങ്ങളൊക്കെ പോകുമ്പോൾ ആ തുറാബ് എന്ന മനുഷ്യൻ ഒരു ചെറിയ കുട്ടിയെ കാണുന്നു, മുത്തഅല്ലിമിനെ കാണുന്നു. ആ മുത്തഅല്ലിമി കഴുതപ്പുറത്ത് കയറിയിട്ട് യാത്ര പോകുന്നു വീട്ടിലേക്ക്. പക്ഷേ ആ കയറപ്പുറത്ത് സ്വന്തമായിട്ട് കഴുതപ്പുറത്ത് കയറാൻ പറ്റാത്തത് കൊണ്ട് കയറ്റിവെച്ചു കൊടുത്തതാണ്. അതിനുശേഷം തന്റെ പേന താഴേക്ക് വീണപ്പോൾ ഈ തുറാബെന്ന മനുഷ്യൻ അതൊന്ന് എടുത്തു കൊടുത്തതാണ്. ആ ഒരൊറ്റ നന്മയുടെ പ്രതിഫലം ഉഹ്റബിയായ ഒരു മുത്തഅല്ലിമിനെ സഹായിച്ചതിന്റെ, അവരെ ഹെൽപ്പ് ചെയ്തതിന്റെ, അവനോടൊത്താ ചെയ്തതിന്റെ പ്രതിഫലം നാളെ ഈ തുറാബെന്ന മനുഷ്യൻ വാരിക്കൂട്ടുന്നത് കാണുമ്പോൾ സത്യനിഷേധി പറഞ്ഞു പോകും, യാ ലൈതനീ കുൻതു തുറാബാ, ആ തുറാബായിരുന്നെങ്കിൽ, ആ തുറാബിനെ പോലെ ഒരു മുത്തഅല്ലിമിന് വേണ്ടി ഒരു ഖിദ്മ ചെയ്തിരുന്നെങ്കിൽ, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ, ഒരു ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ, ഒരു പേന കൊടുത്തിരുന്നെങ്കിൽ, ഒരു മഷിക്കുപ്പി വാങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ, ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു നന്മ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയുന്ന ദിവസം നിങ്ങൾക്കു താക്കീതാണേ.
നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുത്തുന്നുണ്ടേ എന്ന് ഖുർആനിലുണ്ട്. അർഹമുർ-റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ, നമ്മെ അല്ലാഹ് രക്ഷപ്പെടുത്തട്ടെ.